ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ അറിയോ? ടൊമാറ്റോ ബാത്ത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണിത്. ഇഞ്ചി വെളുത്തുള്ളി, ജസ്റ്റ് ഇച്ചിരി കേട്ടോ, ചെറിയൊരു പച്ചമുളക്, എരിവിന് പച്ചമുളക് ഇത്രയുള്ള നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക്, തക്കാളി കേട്ടോ നല്ലോണം വേണ്ട. ഇത്ര തക്കാളി അല്ലാത്ത പിന്നെയും ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു 2-3 ഒരു 1/2 കിലോത്തോളം തക്കാളി എടുത്തിട്ടുണ്ടാവും. തക്കാളി എടുത്തിന് പിന്നെ ചെറിയ കഷ്ണം നാരങ്ങ, ഇത്രയേ വേണ്ടുള്ളൂ കേട്ടോ. എരിവ് നിങ്ങൾക്ക് നല്ലോണം എരിവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ച് കൂട്ടിയെടുത്തോളി. പിന്നെ എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് കുറച്ചെടുത്തോളി കേട്ടോ. ഞാൻ വലിങ്ങനെ പച്ചമുളക് എടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ പച്ചരിയും കൊണ്ടാട്ടോ ചെയ്യണത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയും കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഉള്ളിയൊക്കെ നല്ലോണം എണ്ണയിൽ വാടിയോ നമ്മളെല്ലാത്തിനും കാട്ടുന്ന പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് പിന്നെ അതിലേക്ക് തക്കാളി ഇടുക കേട്ടോ. തക്കാളിയാണ് നല്ല വാടി വരേണ്ടത്. തോലായിട്ട് ഇങ്ങനെ ഇട്ടില്ല, അപ്പം നമുക്ക് തോലെടുത്തിട്ട് കളയാം. അതുകൊണ്ട് പറ്റ കുനുകുനാ അരിയാൻ നിൽക്കണ്ട. ഒരു വിധം അരിഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ തോല് കിട്ടും കേട്ടോ. ചെറുങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല പെട്ടെന്ന് വാടൊക്കെ ചെയ്യും, പക്ഷെ തോല് കിട്ടൂല. കുട്ടികൾ തക്കാളിയെല്ലാം ഒഴിവാക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ തോലങ്ങ് തക്കാളി അതിലങ്ങ് അലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തോല് എന്താക്കിയാൽ മതി, എടുത്ത് ചാടിയാൽ മതി. അങ്ങനെ ഞാൻ എന്താ പറയുക, ഒന്ന് കുക്കർ മൂടി വെച്ചിട്ട് 2 വിസിൽ വരിപ്പിച്ചിട്ടോ. അങ്ങനെ പിന്നെ വിസിൽ വരുത്തിയതിൻ്റെ ശേഷമാണ് എന്താക്കിയത്, പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരി ഇട്ടത് കേട്ടോ. അങ്ങനെ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിനാവശ്യത്തിന് എത്ര വെള്ളം വേണ്ടത് കുക്കർ മൂടി കൊടുത്തിട്ട് നല്ലൊന്ന് 2 വിസിൽ വരുമ്പത്തിന് അതിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട. തക്കാളിയല്ല, അതിൽ തന്നെ ഉണ്ടാവുമല്ലോ വെള്ളം. അപ്പോൾ പിന്നെ നല്ല വിസിൽ വന്നതിൻ്റെ ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്ത്. ഇതിൽ പിന്നെ ഒന്നുമില്ല കേട്ടോ, മഞ്ഞപ്പൊടിയോ മസാലകളോ ഒന്നും ഇട്ട് കൊടുക്കൂല. വേണ്ടൊരു ഗരം മസാല ലേശം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പെരയിൽ തന്നെ ഹോം മെയ്ഡ് ആക്കിയിട്ട് ബിരിയാണി മസാല പൊടിക്കൂലേ, അതുമാണ് ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ വെറും ടൊമാറ്റോ റൈസിന് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ചെയ്യണത് എന്താ അറിയോ, മാങ്ങഞ്ചി കൊണ്ട്, നിങ്ങളുടെ ആരെങ്കിലും മാങ്ങഞ്ചി കൊണ്ട് ചട്നി അരക്കലുണ്ടോ? അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മൾ മാങ്ങ ഇട്ട് അരച്ച പോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ മാങ്ങഞ്ചി ചട്നിക്ക് വേണ്ട തേങ്ങ ചിരണ്ടി എടുക്കുകയാണേ. അതിന് ഇതിൻ്റെ ഒപ്പം കൂട്ടാൻ അതാണ് ചമ്മന്തിയാണ് ആക്കണത്. അത് പിന്നെ എന്താക്കി മാങ്ങഞ്ചിയെല്ലാം ചെത്തി വെച്ചിട്ടുണ്ടായിന്. ലേശം മാങ്ങഞ്ചിയും പച്ചമുളകും ഉള്ളിയും പുളിയും അങ്ങനെ പച്ചമുളകൊക്കെ ഈ ജാറിലിട്ട് കൊടുക്കുക. മാങ്ങഞ്ചി എന്താക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മാങ്ങഞ്ചിയും പച്ചമുളകും ഉപ്പും ഉള്ളിയും കൂടി അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ ഒപ്പം തേങ്ങ ഇട്ടാലെല്ലാം കൂടി നമ്മൾ കറിക്ക് അരച്ചെടുക്കും പോലെ ആകും. അങ്ങനെ ചമ്മന്തി പറഞ്ഞാൽ കുറച്ചൊരു തേങ്ങ പൊടിയേനമാണല്ലോ. അങ്ങനെ ആദ്യം ഞാൻ എന്താക്കിയാലും നല്ലോണം തടിച്ചെടുത്ത്, എന്നിട്ട് പിന്നെ തേങ്ങ ഇട്ടിട്ട് 2 കറക്കലേ കറക്കുള്ളൂ. അത് നമ്മൾ സാധാ മാങ്ങ ചമ്മന്തി ഇറക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ. ആദ്യം നല്ലോണം അരച്ചെടുക്കുക. പിന്നെ നെടുക്കെടുത്തിട്ട് അരച്ചതിൻ്റെ ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലതിൻ്റെ സ്മെല്ലാണ്, ഒന്നും പറയാനില്ലാത്തത്. അടിപൊളി സ്മെല്ലായിരുന്നു. അങ്ങനെ പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്കും പിന്നെ ഇതൊക്കെ തന്നെ മതിയല്ലോ. സ്കൂൾക്കും അത് തന്നെ കൊടുത്തയച്ച് ടൊമാറ്റോ റൈസും മാങ്ങായിഞ്ചി ചമ്മന്തി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു രക്ഷയുണ്ടായിട്ടില്ല. ഈ രാവിലത്തെ ഒരു കാര്യം എന്താണ് ഈ നാഷ്ട ഉണ്ടാക്കേണ്ടതെന്നൊന്നും പറയാൻ അറിയൂല. അപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങ് ഉണ്ടാക്കൽ തന്നെയാണ്. അപ്പോൾ പിന്നെ എൻ്റെ സബ്സ്ക്രൈബറിനോട് പറയാമല്ലോ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ മക്കളെ. വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് എന്താണോ കമൻറ്റിൽ അറിയിക്കാനില്ലേ കമൻറ്റും അയക്കിട്ടോ. വീഡിയോ കാണുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൻ ഒന്ന് നോക്കിക്കളിയേ. അപ്പോൾ എന്നെ കുട്ടികൾക്ക് ചമ്മന്തി ആക്കി കൊടുത്ത്, ചമ്മന്തി കുറച്ച് നല്ലോണം ഇടാൻ പറയുന്നുണ്ട് കുട്ടികളും. ആ ചമ്മന്തി ആയാലും അച്ചാർ, അത് നമ്മൾ പോകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇരുന്ന ആ സമയത്ത് അച്ചാർ ചമ്മന്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് തോനീച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത്തെ കുട്ടികൾക്കും
കൊടുത്തോട്ടെ എന്നും വിചാരിച്ചിട്ട് കുറച്ച് തോനെ കൊടുക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും.